കരുനാഗപ്പള്ളി കാത്തിരുന്ന മാളിയേക്കൽ പാലം ഉദ്ഘാടനം ചെയ്യുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എത്രയോ വർഷക്കാലമായിട്ടുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയാണ്, ജനകീയ ആവശ്യമാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നിർവഹിക്കപ്പെടുന്നത്. മറ്റൊന്നുമല്ല, വർഷങ്ങളായിട്ട് ജനങ്ങൾ റെയിൽവേ ക്രോസുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം, ആ ദുരന്തത്തിന് ഒരു ശാശ്വതമായ പരിഹാരമായില്ലെങ്കിലും ഏതാണ്ട് 50% പരിഹാരം കാണുന്ന ഒരു പദ്ധതിയാണ് മാളിയേക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയാകുന്നതോടുകൂടി ജനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഈ കരുനാഗപ്പള്ളി കുന്നത്തൂർ അസംബ്ലി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ഇടയിൽ 11 റെയിൽവേ ക്രോസുകളാണുള്ളത്. മാളിയേക്കൽ പാലം ഇടക്കുളങ്ങരയിൽ 2, ചിറ്റുമൂലയിൽ 2, തഴവാക്കടത്തൂരിൽ 1, വവ്വക്കാവിൽ 1, ചങ്ങംകുളങ്ങരയിൽ 1, തഴക്കുഴിയിൽ, വയനകത്ത് 2, ഓച്ചിറയിൽ 1. ഇങ്ങനെ 11 റെയിൽവേ ക്രോസുകളാണ് ഈ 2 അസംബ്ലി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ ഇടയിലുള്ളത്. ഇതിന്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾ അവരെത്രയോ വർഷക്കാലമായിട്ട് തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇതിനൊരു പരിഹാരം കാണണമേ എന്നുള്ളത്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പരിഹാര ഫലമാണ് ഇവിടെ. എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ റെയിൽവേ ക്രോസുകളിൽ ആ ഗേറ്റ് തുറക്കുന്നതും കാത്തു കിടക്കേണ്ടി വരുന്നത്. പലപ്പോഴും രോഗികളെ സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ എത്രയോ പേര് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പരിഹാരമാണ് ഈ മാളിയേക്കൽ പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കഴിയാൻ പോകുന്നത്. ഇനിയും പാലങ്ങൾ, ചിറ്റുമൂല പാലം, വവ്വക്കാവ് പാലം ഉൾപ്പെടെയുള്ള നിരവധി പാലങ്ങൾ നമ്മുടെ നാട്ടിൽ കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയാണ്. ഏതായാലും മാളിയേക്കൽ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ആത്മാർത്ഥമായി അവരുടെ മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം അതിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സമയബന്ധിതമായിട്ട് ഈ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് കരുനാഗപ്പള്ളിയുടെ MLA ശ്രീ CR മഹേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉദ്ഘാടനവും അതിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായിട്ട് നമുക്ക് ഒന്ന് ബന്ധപ്പെടാം. നമസ്കാരം. കരുനാഗപ്പള്ളി മാളിയേക്കൽ പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കരുനാഗപ്പള്ളിയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. സമയബന്ധിതമായിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങ് കാണിച്ച ആത്മാർത്ഥമായ ഇടപെടലിന് നാടിനു വേണ്ടി നന്ദി രേഖപ്പെടുത്തിയ എന്തൊക്കെ ഇടപെടലാണ് ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്തത്? എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു? ഈ മേൽപ്പാലത്തിന്റെ അനുവാദം ലഭിക്കുന്നത് മുൻ MLA ശ്രീ R രാമേന്ദ്രൻ MLA ആയിട്ടിരിക്കുമ്പോഴാണ്. പക്ഷെ അത് പൂർത്തീകരിക്കുന്നത് കഴിഞ്ഞ 3 വർഷക്കാലത്ത് വ്യക്തമായ കൃത്യമായ ഇടപെടൽ നിമിത്തമാണ്. ഇപ്പോൾ ഇതിനോടൊപ്പം നിർമ്മാണം ആരംഭിച്ച പല മേൽപ്പാലങ്ങളുടെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതൊരു അവിടെയാണ് സമയബന്ധിതമായിട്ട് ഈ പാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള ഇടപെടലിന്റെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിനകത്തോ കല്ലിടുന്നതിനകത്തോ അല്ല കാര്യം, അത് ഒരു പ്രധാന കാര്യമാണ്. പക്ഷെ എങ്കിലും അത് പണി സമയബന്ധിതമായി പൂർത്തീകരിച്ച് വൃത്തിയായി മറ്റ് ആരോപണങ്ങളില്ലാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനകത്താണ് അതുകൊണ്ട് ആത്യന്തികമായ പ്രയോജനം. ഇവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇന്നാൾ കൊണ്ടുവന്നാണ് എന്നൊക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു അവകാശവാദത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഏത് പദ്ധതിയാണെങ്കിലും, സർക്കാർ പദ്ധതിയാണെങ്കിലും ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും വരുന്ന പദ്ധതികളാണ്. ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം ഇത് ഊരാക്കുടുക്കിൽപ്പെട്ട് തടസ്സപ്പെടാതെ അത് കുരുക്കഴിച്ച് വേഗത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മേൽപ്പാലത്തിന് പ്രപ്പോസൽ കൊടുക്കുന്ന മുൻ MLA ആണ്, അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഇതിപ്പോ മറ്റു ചില ആളുകൾ വിമർശിക്കുന്ന അദ്ദേഹം അങ്ങനൊന്നും ഇല്ല, അങ്ങനൊന്നും ഒരു പദ്ധതിയില്ല. ഈ വികസനം എന്ന് പറയുന്ന നാടിന്റെ തുടർച്ച ജനപ്രതിനിധികൾ മാത്രമേ ഉള്ളൂ മാറുന്നുള്ളൂ. ഒരു ജനപ്രതിനിധി തുടങ്ങിയതിൽ അത് രാഷ്ട്രീയപരമായിട്ടൊരു വൈരാഗ്യം കാണാതെ അത് കൃത്യമായിട്ട് ആ പ്രോജക്റ്റ് നാടിന് വേണ്ടി ആത്മാർത്ഥമായി ഇടപെട്ട് ഇപ്പൊ ജനങ്ങളുടെ നിരന്തരം പണി പൂർത്തീകരിച്ച സമയത്ത് നിരന്തരമായി ഇപ്പൊ ഈ ഇടക്കുളങ്ങര റെയിൽവേ ഗേറ്റ്, ചിറ്റുമൂല റെയിൽവേ ഗേറ്റ്, ഈ ഗേറ്റുകളിലെല്ലാം മിടുക്കമുക്കിന് ഭയങ്കരമായ തിരക്കാണ്, മണിക്കൂറുകളോളം. അതായത് കരുനാഗപ്പള്ളി കുന്നത്തൂരിന്റെ ഒരു വലിയ ഗതാഗത കുരുക്കിന്റെ പ്രശ്നം പരിഹരിക്കാൻ അത് തന്നെ. ഇത് ഇപ്പൊ പണി പൂർത്തീകരിച്ചു, പക്ഷെ എന്നിട്ടും ഇതിന്റെ ഉദ്ഘാടനം അല്പം വൈകുന്നതിൽ ജനത്തിന് വലിയ പ്രതിഷേധം. ആ പ്രതിഷേധം നിരന്തരമായി പൊതുമരാമത്ത് വകുപ്പിന്റെയും മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഡേറ്റ് 2-ാം തീയതി എന്നുള്ള ഡേറ്റാണ് തന്നത്. പക്ഷെ ഇപ്പോ അവിടുന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഇത് മുഖ്യമന്ത്രിയുടെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെട്ട പദ്ധതി ആയതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. അപ്പൊ റിയാസ് വരുമെന്നുള്ള
അദ്ദേഹം കാണും. പക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് ഉദ്ഘാടനത്തിന് വരുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പൊ അത് ഡേറ്റ് ഓഗസ്റ്റ് മാസം ആദ്യ വാരം മുഖ്യമന്ത്രിയുടെ സ്വകാര്യാർത്ഥ ഡേറ്റ് പറയുമെന്നാണ് അദ്ദേഹം അവിടുന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സതുദ്ദേശപരമാണെങ്കിൽ എന്തായാലും ശരി. ഇപ്പോഴത്തെ പ്രശ്നം പണിയെല്ലാം പൂർത്തീകരിച്ചു, പക്ഷെ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ 3 റെയിൽവേ ക്രോസുകളിലും മണിക്കൂറുകളാണ് ആളുകൾ കുരുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് പണി പൂർത്തീകരിച്ചു. ഇപ്പൊ ഞാൻ അവരുമായിട്ട് മീറ്റിംഗ് നടത്തിയപ്പോൾ ഇനി ഒരു പണിയുമില്ല, ഇനി കുറച്ച് പോയിന്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി വളരെ വേഗത്തിൽ ഇത് ആളുകൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണെങ്കിലും പൊതുമരാമത്ത് മന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും നാടിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ അവസരത്തിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ വളരെ കാര്യക്ഷമമായി ഇടപെട്ടു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എല്ലാവരുടെയും ഒരു സഹകരണം, നാട്ടുകാരുടെ സഹകരണം, അങ്ങനെയാണ് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കളക്ടർ, നേരത്തെ കളക്ടറും എല്ലാം അവിടെ സ്ഥലം സന്ദർശിക്കുകയും പണി പലപ്പോഴും ഇഴഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വന്ന ജനങ്ങളെല്ലാം രോക്ഷാകുലരായ സമയത്തൊക്കെ അധികാരികളെ ശ്രദ്ധയപ്പെടുത്തുകയും വളരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും. പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ, ജനകീയ വിഷയങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുന്ന അങ്ങയുടെ ഒരു ശൈലിയുമായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന പാലത്തിന് 546 മീറ്റർ നീളവും 10.2 മീറ്റർ വീതിയുമാണ് ഉള്ളത്. കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ പൂർത്തീകരിക്കുന്ന മേൽപ്പാലം എന്ന പ്രത്യേകതയാണ് ഈ പാലത്തിനുള്ളത്. പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഇരുവശത്തും നടപ്പാതയും പാലത്തിന്റെ താഴ്ഭാഗത്ത് ഇരു സൈഡുകളിലും സർവീസ് റോഡുകളുമുണ്ട്. ഇത് ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാനും സുഖകരമായ യാത്രയ്ക്കും കാരണമായി തീരുമെന്നുള്ളതാണ് പ്രതീക്ഷ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 2021 ജനുവരി 21 മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈൻ വഴിയാണ് നിർവഹിച്ചത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് 11.8 കോടി രൂപയും മേൽപ്പാല നിർമ്മാണത്തിന് 26.58 കോടി രൂപയുമാണ് ചിലവായത്. സംസ്ഥാനത്താകമാനം 10 മേൽപ്പാലങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയെങ്കിലും ആദ്യം പൂർത്തീകരിച്ച പാലം എന്ന പ്രത്യേകതയും മാളിയേക്കൽ പാലത്തിനുണ്ട്.